ഹലോ, വെൽക്കം ടു മറീൻസ് ലിറ്റിൽ ഓവൻ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു കട്ട്ലേറ്റാണ്. അപ്പോൾ കട്ട്ലേറ്റ് എന്ന് പറഞ്ഞാൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്ക്. നല്ല വെറൈറ്റി ആണെന്ന് കണ്ടു നോക്കും. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങളൊന്ന് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറി നല്ലൊരു മണം വരുമ്പോൾ നമുക്ക് ഇനി പച്ചമുളകും കറിവേപ്പിലയും കൂടി ചെറുതായിട്ട് നുറുക്കിയത്. അപ്പോൾ ഞാനെല്ലാം ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ടാണ് എടുക്കണേ. അതാകുമ്പോൾ ഒരേ സൈസിൽ കിട്ടുമല്ലോ. അപ്പോൾ അതിനകത്ത് ഓറഞ്ച് കളറായിട്ട് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ക്യാരറ്റാണേ. പച്ചക്കറികൾ എടുക്കണമല്ലോ നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അതാണ്. ഇനി നമുക്ക് ഒരു സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി സവാള ഏകദേശം ഒന്ന് അതിൻ്റെ കളർ ചേഞ്ച് ആയി ഒരു ട്രാൻസ്പെറൻറ്റ് കളറായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇനി വെജിറ്റബിൾസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഏകദേശം സവാളയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമുക്കിനി വെജിറ്റബിൾസ് ഇടാം. വെജിറ്റബിൾസ് ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ക്യാരറ്റ്, ക്യാബേജ്, ബീൻസ്, അത് 3 എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. മല്ലിയില ഇപ്പോൾ ഇടണം കേട്ടോ. അപ്പോൾ അതിട്ടിട്ട് ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പച്ചമണം മാറ്റി കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ച് വയ്ക്കുക. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. പിന്നെ ലാസ്റ്റിലാണ് നമ്മൾ ഗരം മസാലപ്പൊടി ചേർക്കുന്നത്. അതിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെടാണ്ടിരിക്കാനാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇനി മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിന് ശേഷമാണ് നമുക്കിനി വെറൈറ്റി ആക്കുന്ന ഡിഫറൻസ് വരുന്നത്. എന്താണെന്ന് വെച്ചാൽ 1 കപ്പ് ഗോതമ്പ് പൊടിയും 1 ടീസ്പൂൺ അരിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചേർക്കുമ്പോൾ ഇങ്ങനെ ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിവടയൊക്കെ കഴിക്കില്ലേ, അപ്പോൾ ഒരു കട്ടി ഉണ്ടാവില്ല. ആ ഒരു കട്ടി ഉണ്ടാവും. അതായത് കട്ട്ലേറ്റിൻ്റെ സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല. എന്നാലും സംഭവം രസമാണ് കേട്ടോ, ഒരു വെറൈറ്റിയാണ്. അപ്പോൾ നമ്മളിത് നന്നായിട്ട് വറുത്തിട്ട് ആ പൊടിയിലോട്ടൊക്കെ പിടിപ്പിക്കുക. പൊടി പച്ചക്കറിയിലൊക്കെ ഒന്ന് പിടിച്ചു കൊടുക്കുക. ഒരു 5-10 മിനിറ്റ് അതിൽ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് വറുക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് അതിൽ പിടിച്ച് കിട്ടും. അതിന് ശേഷമാണ് ഇനി പിന്നെ നമ്മൾ സെക്കൻഡ് മെത്തേഡ് കാണിക്കുക. അത് സിമ്പിളാണ് കേട്ടോ, പെട്ടെന്ന് കഴിയും. ഇപ്പോൾ തന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. അത് ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ പൊടി എല്ലാത്തിലും പിടിച്ചെന്ന് തോന്നി കഴിയുമ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഒന്ന് ചൂടാറ്റിയെടുക്കണം. ഏകദേശം ഒന്ന് കൈ തൊടാവുന്ന പരുവാകുമ്പോൾ നമുക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് കുഴച്ചെടുക്കുക. അപ്പോൾ കയ്യിൽ ഇച്ചിരി എണ്ണ തടവിയിട്ട് നമുക്ക് നന്നായിട്ട് പ്രസ് ചെയ്തൊന്ന് കുഴച്ചെടുത്താൽ മതി. ഇനി വേറെ ഒന്നുമില്ല, നമുക്ക് കൈ നന്നായിട്ട് എണ്ണ തടവിയിട്ട് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കുക. വേറെ ഒന്നുമില്ല. അതേപോലെ നമുക്ക് കംപ്ലീറ്റ് അങ്ങോട്ട് ഉരുട്ടി മാറ്റി വെക്കുക. നന്നായിട്ട് കുഴഞ്ഞിട്ട് കിട്ടുക. നമ്മൾ വേഗം പൊടിഞ്ഞു പോകും, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നന്നായിട്ട് ഉരുണ്ട് കിട്ടും. ഏത് ഷേപ്പിൽ വേലും ആക്കാവുന്ന പരുവത്തിൽ നമുക്ക് പൊടി കിട്ടും. അപ്പോൾ നമ്മൾ എല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി എന്താ സാധാരണ ചെയ്യുക, നമ്മൾ എഗ്ഗിലും ബ്രെഡ് ക്രംസിലും മുക്കി അങ്ങോട്ട് പൊരിക്കും അല്ലേ. പക്ഷേ അങ്ങനെയല്ല പരിപാടി. നമുക്ക് ഡയറക്റ്റ് ഇത് അങ്ങോട്ട് പൊരിച്ചെടുക്കാം. അതാണ് ഇതിൻ്റെ സിമ്പിൾ മെത്തേഡ്. പിന്നെ വറുക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് കട്ട്ലേറ്റ് വറുക്കണമല്ലോ, വറുത്തെടുക്കരുത്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ച് ഒരു 2-3 പ്രാവശ്യം തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് വേവിക്കുക. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതിനകത്ത് ഗോതമ്പ് പൊടി അരിപ്പൊടിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ച് ഇട്ടിട്ട് വേവിക്കുക. ഇങ്ങനെ എണ്ണ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ തിരിച്ചിടുമ്പോൾ പൊട്ടിപ്പോവില്ല, നല്ല സീലായിട്ട് ഇരുന്നോളും. എണ്ണ തിളച്ച എണ്ണ അതിൻ്റെ മുകളിലോട്ട് ഒഴിക്കുമ്പോഴേ കളറ് നമ്മൾ പറയുന്ന പോലെ കട്ട്ലേറ്റിന് നല്ല ഗോൾഡൻ കളറ്, ഒരു ബ്രൗൺ കളറൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാനായിട്ട് മറന്നു പോരുത് കേട്ടോ.
ഇപ്പോൾ നമുക്ക് കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. കോരി മാറ്റുമ്പോൾ നമുക്ക് തോന്നും ഭയങ്കരമായിട്ട് എണ്ണ കുടിച്ചിട്ടുണ്ടെന്നല്ലേ. പക്ഷേ ഒട്ടും എണ്ണ ഇത് കുടിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ഞാനിത് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഒരു വെറൈറ്റി ടേസ്റ്റ്. എപ്പോഴും കട്ട്ലേറ്റും സമൂസയ്ക്ക് ഒക്കെ പകരം ഒരു വെറൈറ്റിയാണ്. പിന്നെ പോരാത്തിന് നമ്മൾ എഗ്ഗിലൊന്നും ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്യുന്നുമില്ല. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക് കേട്ടോ. അപ്പോൾ നോക്ക്, നമ്മളവിടെ വെറൈറ്റി ആയിട്ടുള്ള കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. എപ്പോഴും കട്ട്ലേറ്റും സമൂസയൊക്കെ ഉണ്ടാക്കണതിൽ നിന്നൊരു അടാറ് വെറൈറ്റിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങൾ നോക്ക്, അതിനകത്ത് എണ്ണ കുടിച്ചിട്ടുണ്ടാകും. ഇനി കണ്ടില്ലേ, ഒരു തുള്ളി എണ്ണ അതിലില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മറിയംസ് ലിറ്റിൽ ഓവൻ.